നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. പാലക്കാട്, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളായെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര. ജൂൺ 4 രാവിലെ 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. വോട്ടെണ്ണൽ സർക്കാർ വിക്ടോറിയ കോളേജിൽ. വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോ ചിത്രീകരണം നടത്തും. ലീഡ് നില വളരെ വേഗം പുറത്തുവിടാൻ ശ്രമിക്കുമെന്നും ജില്ലാ കളക്ടർ. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ. ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയത് വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്തതിനു പിന്നാലെ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്ന് സൂചന. ചെറുതുരുത്തി ചുങ്കത്ത് 3 പതിറ്റാണ്ട് മുൻപ് കോൺഗ്രസ് സ്ഥാപിച്ച സ്മൃതി മണ്ഡപം പൊളിച്ചു നീക്കി. നടപടി ചെറുതുരുത്തി പൊന്നാനി റോഡ് വികസനത്തിന്റെ ഭാഗമായി കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ. പാതയിലെ സ്തൂപം പൊളിച്ചു മാറ്റിയത് വെള്ളിയാഴ്ച രാവിലെ കനത്ത പോലീസ് കാവലിൽ. സിനിമയാകും വരെ മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞിരുന്നില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ദേശസ്നേഹികളുടെ ഹൃദയത്തിൽ ആഴമുള്ള മുറിവേൽപ്പിച്ചെന്ന് ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC കബീർ. പ്രതിഷേധമറിയിക്കാൻ ഗാന്ധിജിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കും. 2019 കണക്കനുസരിച്ച് പാർലമെന്റിൽ തന്നെ 2842 പുസ്തകങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്നും VC കബീർ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചേലക്കര സ്വദേശി കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. കുപ്രസിദ്ധ കുറ്റവാളി അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്തത് കീച്ചേരി സ്വദേശിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ. കുന്നംകുളം കീഴൂരിൽ 22 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കീഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൻ ജോൺ. ഷൊർണൂരിൽ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന 6 സ്ഥാപനങ്ങൾക്കും ഒരു സാനിറ്ററി വെയർ ഷോപ്പിനും നഗരസഭയുടെ നോട്ടീസ്. നഗരസഭ എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിൽ സ്ഥാപനങ്ങളിൽ കൊതുകുകൾ പെരുകുന്ന സാഹചര്യമുള്ളതായി കണ്ടെത്തി. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി കർശന നടപടികൾ തുടരുമെന്ന് അധികൃതർ. പരിസ്ഥിതി ദിനത്തിൽ ഷൊർണൂരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ. ചരിത്രായനവുമായി പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ. സാംസ്കാരിക ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഒറ്റപ്പാലത്ത് CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൊഴിലാളി സംഗമം. വാർത്തകൾ വിശദമായി. പാലക്കാട്, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളായെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര. ജൂൺ 4 രാവിലെ 8 മണിക്ക് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങും. സർക്കാർ വിക്ടോറിയ കോളേജാണ് വോട്ടെണ്ണൽ കേന്ദ്രം. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലെ 1329 വീതം പോളിംഗ് സ്റ്റേഷനുകളിലെ വോട്ടുകൾ വിക്ടോറിയ കോളേജിലെ പുതിയ ബ്ലോക്കിലും, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, തരൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി നിയമസഭാ മണ്ഡലങ്ങളിലെ 1156 പോളിംഗ് സ്റ്റേഷനുകളിലേത് പഴയ ബ്ലോക്കിലുമായി എണ്ണും. വോട്ടെണ്ണൽ സുഗമമാകുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് 10, ആലത്തൂർ 5 വീതം സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ജൂൺ 4 രാവിലെ 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകളാവും ആദ്യം എണ്ണിത്തുടങ്ങുക. തുടർന്ന് സ്ഥാനാർത്ഥികളെയോ സ്ഥാനാർത്ഥി പ്രതിനിധികളെയോ സാക്ഷിയാക്കി സ്ട്രോങ് റൂമുകളുടെ സീലിംഗ് നീക്കി വോട്ടിംഗ് മെഷീനുകൾ വോട്ടെണ്ണൽ ഹാളിൽ എത്തിച്ച് മേശകളിൽ സജ്ജീകരിച്ച് 8:30 മുതൽ എണ്ണാൻ തുടങ്ങും. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിന്റെ 7 നിയമസഭാ മണ്ഡലങ്ങൾക്കായി 7 വോട്ടെണ്ണൽ ഹാളുകളാണുള്ളത്. ഓരോ വോട്ടെണ്ണൽ ഹാളുകളിലും 14 മേശകൾ വീതം മൊത്തം 98 മേശകൾ സജ്ജീകരിക്കും. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ 7 നിയമസഭാ മണ്ഡലങ്ങൾക്കായി 11 കൗണ്ടിംഗ് ഹാളുകളിലായി 91 ടേബിളുകൾ സജ്ജീകരിക്കും. ഓരോ വോട്ടെണ്ണൽ ഹാളുകളിലും ആദ്യത്തെ മേശ VVPAT കൗണ്ടിംഗ് ബൂത്തായി വേർതിരിച്ച് സജ്ജീകരിച്ചായിരിക്കും ഒരുക്കുക. ഇവയ്ക്കുള്ളിലാണ് VVPAT സ്ലിപ്പുകൾ എണ്ണുക. വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോ ക്യാമറയിൽ പകർത്തുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതുകൂടാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കുറിച്ചും ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഒരേ സ്ഥലത്ത് തന്നെ 2 മണ്ഡലങ്ങളും എഴുതുന്നതുകൊണ്ട് സപ്പോസ് 2 പാർട്ടികളാണ് വിജയിക്കുന്നതെങ്കിൽ സ്ഥാനാർത്ഥി പ്രകടനം അതിനനുസരിച്ച് സമയം ക്രമീകരിച്ച് നടത്തുക എന്നതാണ് എല്ലാ നിർദ്ദേശം. അതുകൊണ്ട് അവർ പൂർണ്ണമായിട്ട് സംഭരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് അതേ പറയാനുള്ളത്, നമ്മുടെ വോട്ടെടുപ്പ് വളരെ സമാധാനപരമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും നല്ല സഹകരണമാണ്. അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ സമാധാനപരമായിട്ട് നമുക്ക് വോട്ടെടുപ്പ് നടത്തിയിരിക്കുന്നത്. ഫലസൂചനകൾ വളരെ വേഗം ജനങ്ങളിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കലക്ടർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ. സംഭവത്തിൽ വിയൂർ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് ഇയാൾ ഒളിവിൽ പോയത്. മൊബൈൽ ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ചെയ്താണ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ പോയിട്ടുള്ളത്. മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് സൂചന. ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അക്കാദമി ഡയറക്ടർ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിരുന്നു. ഈ മാസം 17, 22 തീയതികളിൽ ലൈംഗിക അതിക്രമം നടത്തുകയും അശ്ലീല ചുവയോടെ സംസാരിക്കുകയും ചെയ്തു എന്നാണ് ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളിക്കെതിരെയുള്ള വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതി. എതിർത്തിട്ടും അതിക്രമം ആവർത്തിച്ചു എന്നും ഓഫീസ് സമയത്തിന് ശേഷം വിളിച്ചുവരുത്തിയായിരുന്നു അതിക്രമമെന്നും പരാതിയിൽ പറയുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികാതിക്രമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് വിയൂർ പോലീസ് കേസെടുത്തത്. ആഭ്യന്തരാന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ കഴിഞ്ഞ ദിവസം അക്കാദമി ഡയറക്ടർ ADGP P. വിജയൻ സസ്പെൻഡ് ചെയ്തിരുന്നു. ഓഫീസ് കമാൻഡന്റിന്റെ നടപടി സേനയ്ക്ക് കളങ്കം സൃഷ്ടിക്കുന്നതാണെന്നും ആഭ്യന്തരാന്വേഷണത്തിലെ കണ്ടെത്തലുകൾ അതീവ ഗൗരവമുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി. ആഭ്യന്തര കമ്മിറ്റി അന്വേഷണം നടക്കുമ്പോൾ തന്നെ പ്രേമനെ ചുമതലകളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. സംഭവത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് DYSPയുടെ നേതൃത്വത്തിൽ തുടരന്വേഷണം നടത്താനും അക്കാദമി ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. അതേസമയം പ്രേമൻ കടന്നപ്പള്ളിക്കായി വിയൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. സംഭവം നടന്നു എന്ന് പറയുന്ന ഓഫീസിനുള്ളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ വിയൂർ പോലീസ് പരിശോധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി ചുങ്കത്ത് 32 വർഷം മുൻപ് കോൺഗ്രസ് നേതൃത്വം സ്ഥാപിച്ച സ്മൃതി മണ്ഡപം പൊളിച്ചു നീക്കി. ചെറുതുരുത്തി പൊന്നാനി ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കോടതി വിധി വന്നതിനെ തുടർന്നാണ് കനത്ത പോലീസ് കാവലിൽ സ്തൂപം പൊളിച്ചു മാറ്റിയത്. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി എന്നിവരുടെ ഛായാചിത്രങ്ങൾ ആലേഖനം ചെയ്ത സ്മൃതി മണ്ഡപമാണ് വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ JCB ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത്. ചെറുതുരുത്തി CI ബോബി വർഗീസ്, SI ആനന്ദ്, ചേലക്കര CI T ശശികുമാർ, വടക്കാഞ്ചേരി SI MP രാജേഷ് എന്നിവരുടെ കനത്ത സുരക്ഷയിലായിരുന്നു നടപടി. ചെറുതുരുത്തി പൊന്നാനി ദേശീയപാതയുടെ വികസനത്തിന്റെ ഭാഗമായി കോടതി വിധി വന്നതിനെ തുടർന്നാണ് സ്തൂപം പൊളിച്ചുമാറ്റിയതെന്നാണ് പൊതുമരാമത്ത് വിഭാഗം ചേലക്കര അസിസ്റ്റന്റ് എഞ്ചിനീയർ KP ഹരിപ്രസാദ്, വടക്കാഞ്ചേരി അസിസ്റ്റന്റ് എഞ്ചിനീയർ PM വിനീത് എന്നിവർ പറയുന്നത്. കോടതി വിധിയെ മാനിക്കുന്നുവെന്നും എന്നാൽ വിവിധ പ്രദേശങ്ങളിൽ റോഡിന്റെ സമീപത്ത് ഇതുപോലുള്ള സ്മൃതി മണ്ഡപങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും ഇത്തരം നടപടികൾ ഏകപക്ഷീയമാകരുതെന്നും വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MA മുഹമ്മദ് ഇക്ബാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സിനിമയാകും വരെ മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞിരുന്നില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ദേശസ്നേഹികളുടെ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ചെന്ന് ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC കബീർ. പ്രതിഷേധമറിയിക്കാൻ മഹാത്മാഗാന്ധിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കുമെന്നും VC കബീർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജൂൺ 3-ന് ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ 11 മണിക്ക് പാലക്കാട് പോസ്റ്റ് ഓഫീസിൽ നിന്നാണ് ഗാന്ധിജിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് അയക്കുക. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിനൊപ്പം ഗാന്ധിയെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങളും അയക്കും. 2019 കണക്കനുസരിച്ച് പാർലമെന്റിൽ തന്നെ 2842 പുസ്തകങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്ന് VC കബീർ ചൂണ്ടിക്കാട്ടി. ഇതെല്ലാം പാർലമെന്റിൽ ലഭിക്കുകയും ചെയ്യും. ജനാധിപത്യവും മതേതരത്വവും പുലർത്തുന്ന ഇന്ത്യയിലെ ഓരോ പൗരന്റെയും ഹൃദയത്തിലേക്കാണ് പ്രധാനമന്ത്രി മുറിവേൽപ്പിച്ചതെന്നും കബീർ മാസ്റ്റർ കുറ്റപ്പെടുത്തി. 3-ന് രാവിലെ DCC പ്രസിഡന്റ് A തങ്കപ്പൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. എല്ലാ ജില്ലകളിലും അതത് ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പുസ്തകം അയച്ചു കൊടുക്കുന്നുണ്ടെന്നും VC കബീർ പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രത്തിന്റെ കോപ്പിയാണ്. അപ്പോൾ ഗാന്ധി ദർശൻ സമിതിക്ക് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനകോടികൾക്കും വേദന ഉണ്ടാക്കിയ ഒരു പരാമർശമായി പോയി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഒരു കാര്യം. അതിനെ പ്രതിഷേധിക്കാതിരിക്കാൻ നിർത്തിയില്ല. അതദ്ദേഹം തിരുത്തണം. പ്രധാനമന്ത്രി പറഞ്ഞ പത്രസമ്മേളനം ഇന്റർവ്യൂ കൊടുത്തത് തിരുത്തി ഇന്ത്യയിലെ ജനങ്ങളോടും ലോകത്തെ ജനങ്ങളോടും മാപ്പ് പറയണം എന്നാണ് ഗാന്ധി ദർശൻ സമിതി ആവശ്യപ്പെടുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ മാസ്റ്റർ, ജനറൽ സെക്രട്ടറി ബൈജു വടക്കുംപുറം, ട്രഷറർ PS. മുരളീധരൻ മാസ്റ്റർ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചേലക്കര സ്വദേശി അബ്ദുൾ റഹീം അറസ്റ്റിൽ.
കേച്ചേരി മണലി സ്വദേശി രാജേഷിനെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് റഹീമിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കേസിലെ രണ്ടാം പ്രതി മണലി സ്വദേശി ഷിഹാബിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കേച്ചേരി മണലിയിൽ പാലത്തിനു മുകളിൽ ഇരുന്ന് സംസാരിക്കുകയായിരുന്ന രാജേഷിനെ ബൈക്കിലെത്തിയ പ്രതികൾ ആക്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതി കത്തികൊണ്ട് പരാതിക്കാരൻ്റെ കഴുത്തിന് കുത്താൻ ശ്രമിക്കുന്നതിനിടെ കൈകൊണ്ട് തടഞ്ഞതോടെ കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഈ സമയത്ത് രാജേഷിനൊപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെ പ്രതികൾ വെട്ടി പരിക്കേൽപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സ തേടിയ ഇരുവരും കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന 6 സ്ഥാപനങ്ങൾക്ക് നഗരസഭയുടെ നോട്ടീസ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ ഇത്തരം സ്ഥാപനങ്ങളിൽ കൊതുകുകൾ പെരുകുന്ന സാഹചര്യമുള്ളതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് നഗരസഭ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ആക്രിക്കടകളിലും ടയർ റീസോൾ ചെയ്യുന്ന സ്ഥാപനങ്ങളിലും സാനിറ്ററി വെയറുകൾ വിൽപ്പന നടത്തുന്ന കടകളിലും പരിശോധന നടത്തിയത്. പഴയ ആക്രി സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന 6 സ്ഥാപനങ്ങളിലും സാനിറ്ററി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന 1 സ്ഥാപനത്തിലും ഒരു ടയർ റീട്രെഡിംഗ് നടത്തുന്ന സ്ഥാപനത്തിലുമാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന 6 സ്ഥാപനങ്ങളിലും വ്യാപകമായി പാത്രങ്ങളിലും കളിപ്പാട്ടങ്ങളിലും ടയറുകളിലും മഴവെള്ളം കെട്ടിനിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൂത്താടികൾ വളരുന്നതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 6 സ്ഥാപനങ്ങൾക്കും നഗരസഭ നോട്ടീസ് നൽകി. സാനിറ്ററി വെയറുകൾ വിപണനം നടത്തുന്ന സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ തുറസായ സ്ഥലത്ത് സൂക്ഷിച്ച അടപ്പില്ലാത്ത വാട്ടർ ടാങ്കിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വെള്ളത്തിൽ കൊതുകിന്റെ ലാർവ വളരുന്നത് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ ന്യൂനത കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് 48 മണിക്കൂറിനകം കണ്ടെയ്നറുകളിലെ കെട്ടിനിൽക്കുന്ന വെള്ളം കമഴ്ത്തി കളയുന്നതിനും ബാക്കി വരുന്ന പാഴ്വസ്തുക്കൾ ടാർപോളിൻ ഉപയോഗിച്ച് മഴവെള്ളം കടക്കാത്ത വിധത്തിൽ സൂക്ഷിക്കുന്നതിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കർശനമായ പരിശോധന തുടരുമെന്നും ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ദിനത്തിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ നടത്താനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ ചരിത്രയാനം സാംസ്കാരിക ജാഥയ്ക്ക് ഓങ്ങല്ലൂരിൽ സ്വീകരണം നൽകി. കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതി ചെയർമാൻ കെ ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ നടത്തുന്ന ചരിത്രയാനം സാംസ്കാരിക ജാഥയ്ക്ക് ഓങ്ങല്ലൂരിൽ സ്വീകരണം നൽകിയത്. പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ, കൂറ്റനാട് എന്നിവിടങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണമൊരുക്കിയത്. ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സ്വീകരണ യോഗത്തിൽ കെ ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നിവിടുത്തെ തർക്കങ്ങൾ എന്താണ്? നമ്മുടെ രാജ്യത്തിലെ തർക്കങ്ങൾ എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾക്ക് അക്ബറുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാനല്ല. അത് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ, ഒരു കാര്യമില്ല. പാനിപ്പത്ത് യുദ്ധത്തിന്റെ നിങ്ങൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോളൂ. ഇന്നത്തെ കാലത്ത് അതിനൊന്നും കാര്യമില്ല. ഗൂഗിളിൽ നിന്ന് കുത്തിയിട്ടുണ്ട് ഈ ഡേറ്റ് ഒക്കെ കിട്ടും. ആരാണ് ഇത് ഓർത്ത് വെച്ചിട്ട് വെറുതെ മെനക്കെടാൻ നിൽക്കുന്നത്? ആരാണ് 16 × 16 എന്നൊക്കെ പറഞ്ഞിട്ട് 16 എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി. എത്ര ഉണ്ടായി? എന്താണ് അതിന്റെ ആവശ്യം? സുധീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ രാമചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായി. സംവിധായകൻ ഫാസിൽ റസാഖ്, സിനി ആർട്ടിസ്റ്റ് ബീന കെ ചന്ദ്രൻ, പ്രൊഫസർ പി ഗംഗാധരൻ, സി അച്യുതൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. സുധ ടീച്ചർ, MV മോഹനൻ, ടി സത്യനാഥൻ, TK നാരായണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ജാഥാംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കുന്നംകുളം കീഴൂരിൽ 22കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. കീഴൂർ തിക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൻ ജോണാണ് മരിച്ചത്. രാവിലെ 8 മണിയോടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. കുന്നംകുളം ലൈഫ് കെയർ ആംബുലൻസ് പ്രവർത്തകർ ദയാ റോയൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോട്ടായി ചെമ്പരക്കുളം AUP സ്കൂളിൽ പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി പുകയില വിരുദ്ധ സന്ദേശ സെമിനാറും ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു. പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് A സതീഷ് ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ പുതിയ പാഠപുസ്തകങ്ങൾ, പുതിയ നോട്ട്ബുക്കുകളൊക്കെ വാങ്ങിത്തന്ന് നിങ്ങളെ പുതിയ ഒരു ക്ലാസ് മുറിയിലേക്ക് പറഞ്ഞുവിടാൻ വേണ്ടി പോകുകയാണ്. അവിടെ ഒരു പക്ഷേ പുതിയ വിദ്യാലയമായിരിക്കാം, പുതിയ ക്ലാസ് മുറികളായിരിക്കാം, പുതിയ കൂട്ടുകാരായിരിക്കാം.
എങ്കിലും നിങ്ങളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആവശ്യമായ ഇടപെടൽ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും. കോട്ടായി അപ്പുണ്ണി വായനശാലയുടെ നേതൃത്വത്തിലാണ് പുകയില വിരുദ്ധ ദിന പരിപാടികൾ സംഘടിപ്പിച്ചത്. അപ്പുണ്ണി വായനശാല ഡയറക്ടർ അജീഷ് മാസ്റ്റർ അധ്യക്ഷനായി. കുഴൽമന്നം റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ശ്യാംജിത്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. ചമ്പ്രക്കുളം AEP സ്കൂൾ പ്രധാനാധ്യാപകൻ വിജയകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പുണ്ണി വായനശാല വനിതാവേദി ഭാരവാഹി R. റിൻസി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ലൈബ്രറിയൻ V. ചിത്ര നന്ദി അറിയിച്ചു. ക്യൂസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. CITU ഒറ്റപ്പാലം ഡിവിഷൻ കമ്മിറ്റി തൊഴിലാളി സംഗമം സംഘടിപ്പിച്ചു. CITU സ്ഥാപക ദിനത്തിന്റെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിച്ചത്. തൊഴിലാളി സംഗമം CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി M. ഹംസ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിനകത്ത് വ്യത്യസ്ത രീതിയിലാണ് CITU ജന്മദിനം ആഘോഷിക്കുന്നത്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള ബ്ലഡ് ബാങ്കുകളിലേക്ക് ആയിരക്കണക്കായ സഖാക്കളുടെ രക്തം ദാനം ചെയ്തുകൊണ്ട് ഈ CITUവിന്റെ ജന്മദിന പരിപാടി അതിഗംഭീരമാക്കുവാൻ ആവശ്യമായ പ്രവർത്തനം നടത്താൻ CITU ഡിവിഷൻ പ്രസിഡന്റ് S. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി K. ഭാസ്കരൻ, K. ഗംഗാധരൻ, APM റഷീദ്, KR വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ മണ്ണൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ നമുക്കൊരു അനുഭവത്തിലെ ജനകീയമായി ഏറ്റെടുക്കുന്ന എല്ലാ പദ്ധതികളും വിജയിപ്പിച്ചൊരു ചരിത്രമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. നമുക്കറിയാം, നമ്മുടെ തുടക്കത്തിലെ സമ്പൂർണ്ണ സാക്ഷരത ഏറ്റവും നമ്മൾ ഏറ്റെടുത്തത് എങ്ങനെയാണ്? നിരക്ഷരരായ ധാരാളം ആളുകളെ അക്ഷരത്തിൽ വെളിച്ചം പകർന്നു കൊടുക്കാൻ അഭ്യസ്തരായ ആളുകൾ സമയം നോക്കാതെ ഇടപെട്ടതിന്റെ ഫലമായി സമ്പൂർണ്ണ സാക്ഷരതയിലെത്തിയ സംസ്ഥാനമാണ് നമ്മൾ. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PK ഷബീബ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സാജൻ, JHI ശർമ്മ, JPHN നിസ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ എങ്ങനെ കണ്ടെത്താം, പരിഹാര മാർഗങ്ങൾ എന്ന വിഷയത്തിൽ ഡോക്ടർ ഷബീബ്, HI സാജൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തി കഥകളി സ്കൂളിൽ ഒരു മാസത്തോളമായി നടന്നുവരുന്ന സമ്മർ ക്യാമ്പിന് സമാപനമായി. സമാപന ദിനത്തിൽ പത്മശ്രീ കലാമണ്ഡലം ഗോപിക്ക് കഥകളി സ്കൂളിന്റെ കളീച്ചൻ പുരസ്കാരം സമർപ്പിച്ചു. സമ്മർ ക്യാമ്പിൽ സൗജന്യമായാണ് വിദ്യാർത്ഥികൾക്ക് നൃത്ത പരിശീലനം നൽകി വന്നത്. പരിപാടി പത്മശ്രീ കലാമണ്ഡലം ഗോപിയാശാൻ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾക്ക് അങ്ങേറ്റം സന്തോഷത്തോടു കൂടി പഠിക്കാനുള്ള സാഹചര്യവും, അതേമാതിരി തന്നെ അധ്യാപകർക്ക് ഇവിടെ പഠിപ്പിക്കാൻ അങ്ങേറ്റം ഉത്സാഹവും. അധ്യാപകർക്ക് ഉത്സാഹം, രക്ഷിതാക്കൾക്ക് ഉന്മാദം എന്ന് പറയാം. അതായത് സന്തോഷത്തിനേക്കാളും വലുതാണ് ഈ ഉന്മാദം എന്ന് പറഞ്ഞാൽ. ആ ഉന്മാദം സ്വതവേ ഞാൻ പറയില്ല, അങ്ങനെ ഏത് ആൾക്കാരൊക്കെ ഉണ്ടാവുക. പക്ഷേ ഈ വർഷം പത്മശ്രീ ലഭിച്ച കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണനെ കലാമണ്ഡലം ഗോപിയാശാൻ കഥകളി പുരസ്കാരം നൽകി ആദരിച്ചു. ക്യാമ്പ് ഡയറക്ടർമാരായ കലാമണ്ഡലം സുജാത, ശ്രീജ ബാബു നമ്പൂതിരി, കലാമണ്ഡലം പ്രിയ, കലാമണ്ഡലം നിമിഷ, കലാമണ്ഡലം അരവിന്ദ്, തിലകൻ എന്നിവർക്കുള്ള ആദരം പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപിയാശാൻ സമ്മാനിച്ചു. SSLC +2 ഉന്നത വിജയികളായ കഥകളി സ്കൂളിലെ രേണുക, അഷിക, കൃഷ്ണവേണി, ശിവശ്രീ, അമൃത എന്നിവർക്ക് കഥകളി സ്കൂളിന്റെ ഉപഹാര സമർപ്പണം പത്മശ്രീ സദനം ബാലകൃഷ്ണൻ നിർവഹിച്ചു. KS സുമേഷ്, കൃഷ്ണകുമാർ പൊതുവാൾ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് ക്യാമ്പംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒഴിവുകാലത്ത് നീന്തൽ അഭ്യസിച്ച് വിദ്യാർത്ഥി കൂട്ടം. 60 ദിവസം കൊണ്ട് 70 വിദ്യാർത്ഥികളാണ് പാലക്കാട് പെരുവമ്പ് കുതിരക്കുളത്തിൽ നീന്തൽ പരിശീലനം നടത്തിയത്.
മുങ്ങിമരണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ രക്ഷിതാക്കൾ മുൻകൈയെടുത്താണ് വിപുലമായ നീന്തൽ പരിശീലനം സംഘടിപ്പിച്ചത്. പാരൻസ് ആൻഡ് ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ പാലക്കാട് സംഘടനയുടെ നേതൃത്വത്തിൽ 70 വിദ്യാർത്ഥികളാണ് നീന്തൽ പരിശീലനത്തിന് തയ്യാറായത്. വിജയകരമായി പരിശീലനം പൂർത്തീകരിച്ചത് 30 പേർ. 4.5 വയസ്സ് മുതൽ 21 വയസ്സുവരെ പ്രായമുള്ള വിദ്യാർത്ഥികൾ ഇതിൽ ഉൾപ്പെടും. മുങ്ങിമരണങ്ങൾക്കെതിരെ സൗജന്യ നീന്തൽ പരിശീലനവുമായി രക്ഷിതാക്കൾ മുന്നോട്ട് വന്നപ്പോൾ നീന്തലറിയാത്ത അമ്മമാരും പരിശീലനത്തിനെത്തി. നീന്തൽ പരിശീലനം മാത്രമല്ല, വെള്ളത്തിൽ അകപ്പെട്ടവരെ രക്ഷിക്കാനുള്ള പരിശീലനവും നൽകുന്നുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. പെരുവെമ്പ് സർക്കാർ ആശുപത്രിക്ക് പിറകുവശത്തുള്ള കുളക്കുഴിയിലെ കുതിരക്കുളത്ത് രാവിലെയും വൈകുന്നേരവുമാണ് സൗജന്യമായി നീന്തൽ പരിശീലിപ്പിക്കുന്നതിന് സ്ഥലം തയ്യാറാക്കിയത്. അധ്യാപകർ, പഞ്ചായത്ത് അംഗങ്ങൾ, ക്ലബ്ബുകൾ, വാട്സാപ്പ് കൂട്ടായ്മകൾ, കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ എന്നിവയിലൂടെയാണ് നീന്തൽ പരിശീലനത്തിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചത്. എനിക്ക് ഫസ്റ്റ് വരുമ്പോൾ നീന്താൻ അറിയില്ലായിരുന്നു. ഇപ്പോൾ സാറിൻ്റെ പരീക്ഷണത്തിൽ നീന്താൻ പഠിച്ചു. എൻ്റെ പേര് അഭിനവ്. സാറ് നീന്താൻ പഠിപ്പിച്ചതിലൂടെ നല്ല പരിശീലനമാണ് നൽകിയിരിക്കുന്നത്. നല്ല പരിശീലനമാണ് നൽകിയിരിക്കുന്നത്. പാലക്കാട് കണ്ണാടി, പുതുനഗരം, തത്തമംഗലം, കൊല്ലങ്കോട്, കൊടുവായൂർ, വടവന്നൂർ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് സൗജന്യ നീന്തൽ അഭ്യസിക്കാൻ എത്തിയത്. ചിറ്റൂർ ബോയ്സ് ഹൈസ്കൂളിലെ കായികാധ്യാപകനായ വേലുക്കുട്ടിയാണ് പരിശീലകൻ. നീന്തൽ പരിശീലനത്തിൽ പങ്കെടുത്തവർക്കും പരിശീലനം പൂർത്തീകരിച്ചവർക്കും ജൂൺ 1 സർട്ടിഫിക്കറ്റുകൾ നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴയലക്കടി യൂണിറ്റ് ജനറൽ ബോഡി യോഗം നടന്നു. പരിപാടി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി MK ഷക്കീർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് ഷഫീർ അലി അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി KA ഹമീദ് ആമുഖ പ്രഭാഷണം നടത്തി. 2022-24 വർഷത്തെ റിപ്പോർട്ടും കണക്കവതരണവും സെക്രട്ടറി MK ഷക്കീർ നടത്തി. മണ്ഡലം കോർഡിനേറ്റർ അരവിന്ദൻ തിരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു. പരിപാടിയിൽ വെച്ച് SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളുടെ മക്കൾക്കുള്ള ട്രോഫി വിതരണവും, അഗ്നിബാധയേറ്റ് കട കത്തി നശിച്ച ഫ്രണ്ട് സൂപ്പർ മാർക്കറ്റ് ഉടമ അബ്ബാസിന് പഴയലക്കടി യൂണിറ്റിൻ്റെ 25,000 രൂപയും മണ്ഡലം കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും കൂടി നൽകിയ 25,000 രൂപയും ചേർത്ത് 50,000 രൂപ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ നൽകി. പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. പ്രസിഡന്റായി ഷഫീർ അലിയെയും ജനറൽ സെക്രട്ടറിയായി സക്കീർ ഹുസൈനെയും ട്രഷററായി K നാസറിനെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും യോഗം തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ശതാഭിഷേകം ആഘോഷിക്കുന്ന മണ്ണൂർ രാജകുമാരനുണ്ണി മാസ്റ്ററെ ആദരിച്ചു. നഗരിപ്പുറം സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിലാണ് ആദരിച്ചത്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും വീട്ടിലെത്തിയാണ് രാജകുമാരനുണ്ണി മാസ്റ്ററെയും ഭാര്യ ലൈല ടീച്ചറെയും ആദരിച്ചത്. പരിപാടി ബാങ്ക് പ്രസിഡന്റ് PK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രശസ്തി എത്രത്തോളം ഉണ്ടെന്ന് നമ്മുടെ വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തെ ആദരിച്ചില്ലെങ്കിൽ അത് വലിയൊരു കുറവായിട്ട് നമുക്ക് അനുഭവപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ബാങ്ക് പ്രത്യേക പരിഗണന നൽകിയ പത്നിയെയും. വൈസ് പ്രസിഡന്റ് AVM റസാഖ് അധ്യക്ഷനായി. ഡയറക്ടർമാരായ P പ്രമോദ്, അരവിന്ദാക്ഷൻ, FJN നജീബ്, സുരേഷ്, ശശിധര പണിക്കർ, സെക്രട്ടറി A സ്മിത, അർജുൻ, ശ്രീജ, അജിത് രാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ വാക്കുകൾ വരാത്തതിന് കാരണം മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരെ, നമ്മുടെ സ്വന്തം നാട്ടുകാരെ, നമ്മുടെ സ്വന്തം ബാങ്ക്, അവരുടെ ആദരവ്. ഞാൻ ഇന്നലെ പറഞ്ഞാലേ നജീബിൻ്റെ മനുഷ്യനെ പറഞ്ഞ പോലെ ഒരു ഓസ്കാർ അവാർഡ് ഇവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും എത്രയോ വലുതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് ചെറുതോ വലുതോ അല്ലാതെ തോന്നിയിരിക്കുന്നത്. അപ്പം അതിനെ ഞാൻ അതിൻ്റെ ഗൗരവത്തോടെ ആ സന്തോഷത്തോടെ കൂടിയിട്ട് സ്വീകരിക്കുകയാണ്. നഗരപ്പുറം ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആദ്യം ഞാൻ അക്കൗണ്ട് തുടങ്ങിയത് ഇവിടെ തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ജന്മന ഇരുകാലുകൾക്കും ചലനശേഷിയില്ലാത്ത ദേശമംഗലം സ്വദേശിനിയായ നിർധന യുവതിക്ക് ഉണ്ണിമുകുന്ദൻ ചാരിറ്റി ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വീൽ ചെയർ നൽകി. ദേശമംഗലം സ്വദേശിനിയായ 40-കാരി രാധാലക്ഷ്മിക്കാണ് പ്രശസ്ത സിനിമാ നടൻ ഉണ്ണിമുകുന്ദന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഉണ്ണിമുകുന്ദൻ ചാരിറ്റി ട്രസ്റ്റ് വീൽ ചെയർ നൽകിയത്. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ ഉൾപ്പെടുന്ന മുരുക്കുംകുടി പ്രദേശത്തെ തെക്കേക്കരയിന്മേൽ കേശവന്റെ മകൾ 40-കാരി രാധാലക്ഷ്മിക്കാണ് ട്രസ്റ്റ് ഡയറക്ടറും ഉണ്ണിമുകുന്ദൻ ഫിലിം കമ്പനി നിർമ്മാതാവുമായ മുകുന്ദൻ വീൽ ചെയർ നൽകിയത്. നടത്തി വരുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം ഇതുപോലുള്ള ആവശ്യക്കാർക്ക് എന്നാലാവുന്ന അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ചെയ്തു വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് കാലത്താണ് ഈ വിവരം അറിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ വരണ ഇരിക്കുന്നു 1-2 ഉണ്ട്. അപ്പോൾ എന്നാൽ ശരി, ഉടനെ ഞാൻ അത് വൈകിക്കണ്ടെന്ന് പറഞ്ഞ്
ഇവിടെ കൊടുന്ന് തരികയാണ് ഉണ്ടാവണത്. മനസ്സിലായില്ലേ? ഇതുപോലെയുള്ള പല സംഘടനകളുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മറ്റുള്ളവർ വരാൻ ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ അത് അവരൊക്കെ അറിയുമ്പോൾ ഇതുപോലുള്ള പല ചാനലുകാർ അല്ലെങ്കിൽ വാട്സപ്പിൽ അങ്ങനെയൊക്കെ വിവരങ്ങൾ അറിയുമ്പോൾ നല്ല മനസ്ഥിതിയും അത് ചെയ്യാൻ താല്പര്യമുള്ള പലരും ഉണ്ട്. ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് പ്രസിഡന്റ് മണികണ്ഠൻ, അനൂപ് തുടങ്ങിയവർ പങ്കെടുത്തു. 80-കാരിയായ അമ്മ സരോജനിക്കൊപ്പമാണ് രാധാലക്ഷ്മി താമസിക്കുന്നത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് സരോജിനിക്കും വീട്ടുകാര്യങ്ങൾ ചെയ്യണമെങ്കിൽ പരസഹായം വേണം. കൂടാതെ കേൾവിശേഷിയും നഷ്ടപ്പെട്ടിരിക്കുന്നു. 10 വർഷം മുൻപ് അച്ഛൻ കേശവൻ മരണപ്പെട്ടു. കുടുംബത്തിലെ 6 പെൺമക്കളിൽ ഇളയവളാണ് രാധ. മറ്റ് 5 പേരും വിവാഹം കഴിഞ്ഞുപോയി. 2 പേർ മാത്രമായി കഴിയുന്ന ഈ നിർധന കുടുംബത്തിന് വല്ലപ്പോഴും കിട്ടുന്ന പെൻഷനും മറ്റു സുമനസുകളുടെ സഹായവും മാത്രമാണ് ജീവിതമാർഗം. ആരോ പറഞ്ഞു കൂടുതൽ എങ്ങനെ ജീവിക്കേണ്ടത് വെച്ചാൽ എനിക്ക് തുണക്കുള്ള എങ്ങനെയും ചത്തു പോക്കല ചത്ത് കയ്യിലിട്ടാവുകൊണ്ടാ. മുകുന്ദൻ എന്ന് പറയുന്ന ആളെ അച്ഛൻ ഇത് തന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നടക്കാൻ വയ്യാത്തൊരു കുട്ടി എങ്ങോട്ടും പോകാൻ പറ്റില്ല. ഒറ്റയ്ക്കാണ് അമ്മയും മകളും. എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയി. അവരെല്ലാവരും ഓരോരുത്തർ വന്നിട്ട് സഹായിക്കും. അങ്ങനെയാണ് ജീവിതം കഴിഞ്ഞു പോകുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. SSLC+2 പഠനം പൂർത്തിയായ വിദ്യാർത്ഥികൾക്കായി പട്ടാമ്പിയിൽ ഡിവൈഎഫ്ഐയുടെ ആഭിമുഖ്യത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു. കേരള യൂത്ത് കമ്മീഷൻ ചെയർമാൻ M. ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച വിദ്യാർത്ഥി SSLC കഴിഞ്ഞാൽ +2 സയൻസിന് പോകും. അതില്ലെങ്കിൽ കൊമേഴ്സ്, അതില്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ്. ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർ വിദ്യാഭ്യാസം കുറഞ്ഞവർ, കൊമേഴ്സ് പഠിക്കുന്നവർ കുറച്ചും കൂടി വിദ്യാഭ്യാസം മെച്ചപ്പെട്ടവരാണെങ്കിലും ഒരല്പം ജാടയൊക്കെയുള്ളവർ, സയൻസ് പഠിക്കുന്നവർ ഏറ്റവും മികച്ച നിലയിൽ വിദ്യാഭ്യാസം നേടി ഇന്ന് SSLC കഴിയുമ്പോൾ തോന്നിയവരും എന്നാൽ +2 SSLC+2 പഠനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധ്യതകളും കോഴ്സുകളെ സംബന്ധിച്ചുമുള്ള ദിശാബോധവും നൽകുന്നതിനായാണ് ഡിവൈഎഫ്ഐ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത്. പട്ടാമ്പി രാജപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കേരള യൂത്ത് കമ്മീഷൻ ചെയർമാൻ M. ഷാജിർ ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി അധ്യാപകനായ T. ഹാഷിം ക്ലാസിന് നേതൃത്വം നൽകി. അർജുൻ അധ്യക്ഷനായി. AN. നീരജ്, PV. രതീഷ്, സലീഷ ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. കരിയർ മാപ്പ് 24 എന്ന പേരിലാണ് ഡിവൈഎഫ്ഐ പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജ് അറബിക് വിഭാഗം മേധാവിയും അസോസിയേറ്റ് NCC ഓഫീസറുമായ ക്യാപ്റ്റൻ ഡോക്ടർ P. അബ്ദു സർവീസിൽ നിന്നും വിരമിച്ചു. 18 വർഷത്തെ സ്തുത്യർഹ സേവനത്തിനു ശേഷം മെയ് 31-ന് അദ്ദേഹം തന്റെ കോളേജ് അധ്യാപന ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി. അധ്യാപനം എന്ന തൊഴിലിനൊപ്പം തന്റെ കോളേജിന്റെയും നാടിന്റെയും കുട്ടികളുടെയും സർവ്വതോമുഖമായ വികസന കുതിപ്പിന് ചാലകശക്തിയായി മാറി ഏവരുടെയും പ്രശംസ നേടിയാണ് പട്ടാമ്പി സർക്കാർ സംസ്കൃത കോളേജ് അറബിക് വിഭാഗം മേധാവി ക്യാപ്റ്റൻ ഡോക്ടർ P. അബ്ദു പടിയിറങ്ങുന്നത്. 1.5 വ്യാഴവട്ടക്കാലം കോളേജിന്റെ ഭാഗമായി ഇഴുകിച്ചേരുകയും അറബി വിഭാഗം മേധാവി, അസോസിയേറ്റ് NCC ഓഫീസർ, PTA സമിതി അംഗം എന്നീ നിലകളിൽ കർമ്മനിരതനായി പ്രവർത്തിക്കുകയും ചെയ്ത ശേഷം വിരമിക്കുന്ന അബ്ദു മാസ്റ്റർ അറബി ഭാഷയെ ജനകീയവൽക്കരിക്കുന്നതിനും കുട്ടികളുടെ കായികശേഷി പരിപോഷിപ്പിക്കുന്നതിനും ഒരേ സമയം ശ്രദ്ധ പുലർത്തിയ അധ്യാപകൻ എന്ന ഖ്യാതി നേടിയിരുന്നു. നിരവധി റാങ്കുകളും അംഗീകാരങ്ങളും നേടിക്കൊടുത്തുകൊണ്ടുള്ള ചാരിതാർത്ഥ്യത്തോടെയാണ് അബ്ദു മാസ്റ്റർ പടിയിറങ്ങുന്നത്. 2006-ലാണ് പട്ടാമ്പി സർക്കാർ കോളേജിൽ അറബിക് ലെക്ചറായി ജോലിയിൽ പ്രവേശിച്ചത്. 2009 മുതൽ NCC ഓഫീസറുടെ ഡ്യൂട്ടി കൂടി നിർവഹിച്ചു. 18 വർഷം തുടർച്ചയായി ഇവിടെ സേവനം ചെയ്താണ് പടിയിറങ്ങുന്നത്. കോളേജിലെ അക്കമഡേഷൻ കമ്മിറ്റി, ഡിസിപ്ലിൻ കമ്മിറ്റി, PTA കമ്മിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കൊല്ലം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവയിൽ അറബിക് അക്കാദമിക് കൗൺസിൽ അംഗമായിരുന്നിട്ടുണ്ട്. വിവിധ സർവകലാശാലകളുടെയും ഓട്ടോണമസ് കോളേജുകളുടെയും പരീക്ഷാ സമിതി അംഗമാണ്. കോളേജ് അധ്യാപക സംഘടനയായ CKCTയുടെ ജില്ലാ പ്രസിഡന്റായും സംസ്ഥാന സമിതി അംഗമായും പ്രവർത്തിച്ചു. MES മമ്പാട് കോളേജ് അറബിക് റിസർച്ച് സെന്ററിൽ റിസർച്ച് സൂപ്പർവൈസറായും ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്കാദമിക് കൗൺസിലറായും പ്രവർത്തിക്കുന്നുണ്ട്. പട്ടാമ്പി സർക്കാർ കോളേജിൽ അറബിക് PG വരുന്നതിന് കുറേ ശ്രമങ്ങൾ നടത്തിയെങ്കിലും PGയും ഗവേഷണ കേന്ദ്രവും സ്വപ്നമായി തുടരുകയാണ്. സമീപഭാവിയിൽ അത് യാഥാർത്ഥ്യമാവുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് തികച്ചും സംതൃപ്തമായ 3 പതിറ്റാണ്ട് നീണ്ടുനിന്ന സേവനകാലത്തിന് വിരാമമിടുന്നത്. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. ബോഡി ബിൽഡിംഗിൽ ഉയരങ്ങൾ കീഴടക്കി തൃശൂർ സ്വദേശിയായ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ.
മിസ്റ്റർ ഇന്ത്യ പട്ടം നേടിയ തിരൂർ ചേച്ചുപാറ സ്വദേശി 34 വയസ്സുള്ള നിതിൻ ബാബുവിന്റെ അടുത്ത ലക്ഷ്യം മിസ്റ്റർ യൂണിവേഴ്സ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ ജൂനിയർ വാറന്റ് ഓഫീസറാണ് നിതിൻ ബാബു. മഹാരാഷ്ട്രയിലെ ഷിൻഡിയിൽ ഇന്ത്യൻ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് ഫെഡറേഷൻ സംഘടിപ്പിച്ച 64ാമത് സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിലാണ് മിന്നുന്ന നേട്ടം നിതിൻ കരസ്ഥമാക്കിയത്. ഇനി മുംബൈയിൽ നടക്കാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നിതിൻ. നമസ്കാരം, ഞാൻ നിതിൻ ബാബു. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സ് ബോഡി ബിൽഡിംഗ് ടീമിലെ ഒരു പ്ലെയറാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ 30-ാം തീയതി നമ്മുടെ നാസിക്കിൽ വെച്ച് നടന്ന IBBFF മിസ്റ്റർ ഇന്ത്യ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ എനിക്ക് 100+ കാറ്റഗറി വിഭാഗത്തിൽ ഗോൾഡ് മെഡൽ കിട്ടി. പിന്നെ അതിനപ്പുറം വരാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് വേൾഡ് ചാമ്പ്യൻഷിപ്പിലേക്ക് ഇന്ത്യ റെപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ തിരൂർ സ്വദേശി ആണ്. ഞാൻ എയർഫോഴ്സിലായതുകൊണ്ട് എൻ്റെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് ഡൽഹി ബേസിലാണ്. നാട്ടിൽ വരുമ്പോൾ ഞാൻ വടക്കാഞ്ചേരി, അത്താണി ലൈഫ് സ്റ്റൈൽ ജിമ്മുകളിലാണ് വർക്കൗട്ട് ചെയ്യാറ്. പണ്ട് മുതലേ ഇതിന് ജോലി കിട്ടുന്നതിന് മുന്നേ തന്നെ ഞാൻ ചെയ്യാറ് വർക്കൗട്ട് ഇവിടെയാണ്. ഇനിയിപ്പോൾ ഞാൻ തയ്യാറെടുക്കുന്നത് ഇനി വരാനിരിക്കുന്ന മിസ്റ്റർ യൂണിവേഴ്സ് ചാമ്പ്യൻഷിപ്പിലേക്കാണ്. അത് നടക്കുന്നത് സെപ്റ്റംബർ 20-ാം തീയതിയാണ്. ഈ പ്രാവശ്യം ഇന്ത്യയിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത്, മുംബൈയിൽ വെച്ചിട്ട്. ജോലിക്കൊപ്പം ഡൽഹി എയർഫോഴ്സ് ജിമ്മിലാണ് പ്രധാന പരിശീലനം. നാട്ടിൽ അവധിക്കെത്തിയാലും വർക്കൗട്ട് തന്നെയാണ് പ്രധാന പരിപാടി. വടക്കാഞ്ചേരി, അത്താണി എന്നിവിടങ്ങളിലെ ജിംനേഷ്യങ്ങളിലാണ് പരിശീലനം. കുടുംബത്തിൻ്റെയും സുഹൃത്തുക്കളുടെയും പിന്തുണയാണ് തൻ്റെ കരുത്തെന്ന് നിതിൻ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലക്കാട്, ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളായെന്ന് പാലക്കാട് ജില്ലാ കലക്ടർ ഡോക്ടർ ചിത്ര. ജൂൺ 4 രാവിലെ 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങും. വോട്ടെണ്ണൽ സർക്കാർ വിക്ടോറിയ കോളേജിൽ. വോട്ടെണ്ണൽ പ്രക്രിയ പൂർണ്ണമായും വീഡിയോ ചിത്രീകരണം നടത്തും. ലീഡ് നില വളരെ വേഗം പുറത്തുവിടാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കലക്ടർ. തൃശൂർ രാമവർമ്മപുരം കേരള പോലീസ് അക്കാദമിയിൽ വനിതാ ഉദ്യോഗസ്ഥയോട് ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ അക്കാദമിയിലെ ഓഫീസർ കമാൻഡന്റ് പ്രേമൻ കടന്നപ്പള്ളി ഒളിവിൽ. ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയത് വനിതാ ഉദ്യോഗസ്ഥയുടെ പരാതിയിൽ വിയ്യൂർ പോലീസ് കേസെടുത്തതിനു പിന്നാലെ മുൻകൂർ ജാമ്യത്തിന് ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്ന് സൂചന. ചെറുതുരുത്തി ചുങ്കത്ത് 3 പതിറ്റാണ്ട് മുൻപ് കോൺഗ്രസ് സ്ഥാപിച്ച സ്മൃതി മണ്ഡപം പൊളിച്ചു നീക്കി. നടപടി ചെറുതുരുത്തി പൊന്നാനി റോഡ് വികസനത്തിന്റെ ഭാഗമായി കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ. പാതയിലെ സ്തൂപം പൊളിച്ചു മാറ്റിയത് വെള്ളിയാഴ്ച രാവിലെ കനത്ത പോലീസ് കാവലിൽ. സിനിമയാകും വരെ മഹാത്മാഗാന്ധിയെ ലോകം അറിഞ്ഞിരുന്നില്ലെന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ദേശസ്നേഹികളുടെ ഹൃദയത്തിൽ ആഴമുള്ള മുറിവേൽപ്പിച്ചെന്ന് ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC കബീർ. പ്രതിഷേധമറിയിക്കാൻ ഗാന്ധിജിയുടെ ആത്മകഥ പ്രധാനമന്ത്രിക്ക് അയച്ചു കൊടുക്കും. 2019 കണക്കനുസരിച്ച് പാർലമെന്റിൽ തന്നെ 2842 പുസ്തകങ്ങൾ ഗാന്ധിജിയെക്കുറിച്ച് ഇറങ്ങിയിട്ടുണ്ടെന്നും VC കബീർ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ചേലക്കര സ്വദേശി കുന്നംകുളം പോലീസിന്റെ പിടിയിൽ. കുപ്രസിദ്ധ കുറ്റവാളി അബ്ദുൾ റഹീമിനെ അറസ്റ്റ് ചെയ്തത് കീച്ചേരി സ്വദേശിയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ. കുന്നംകുളം കീഴൂരിൽ 22 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. മരിച്ചത് കീഴൂർ തെക്കേക്കര വീട്ടിൽ ഫെബിന്റെ മകൻ ജോൺ. ഷൊർണൂരിൽ പാഴ്വസ്തുക്കൾ ശേഖരിക്കുന്ന 6 സ്ഥാപനങ്ങൾക്കും ഒരു സാനിറ്ററി വെയർ ഷോപ്പിനും നഗരസഭയുടെ നോട്ടീസ്. നഗരസഭ എൻഫോഴ്സ്മെന്റ് നടത്തിയ പരിശോധനയിൽ സ്ഥാപനങ്ങളിൽ കൊതുകുകൾ പെരുകുന്ന സാഹചര്യമുള്ളതായി കണ്ടെത്തി. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി കർശന നടപടികൾ തുടരുമെന്ന് അധികൃതർ. പരിസ്ഥിതി ദിനത്തിൽ ഷൊർണൂരിൽ മെഗാ ശുചീകരണ ക്യാമ്പയിൻ. ചരിത്രായനവുമായി പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിൽ. സാംസ്കാരിക ജാഥയ്ക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. ഒറ്റപ്പാലത്ത് CITU സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് തൊഴിലാളി സംഗമം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.